നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു സൃഷ്ടിയുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് അതിൻ്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. എന്താണ് സംസ്കാരം എന്നാണ് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചത്. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളതും നാളതുവരെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളുടെ എന്നുവെച്ചാൽ അനുഭവങ്ങളുടെ ആ ഡേറ്റകളുടെ അനാലിസിസിന്റെ ആ ഒരു സ്വാംശീകരണം ആയിട്ട് ഉള്ളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒന്നാണ്. ഇന്ന് ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. എല്ലാം ക്രോഡീകരിച്ച് സ്വാംശീകരിച്ച് എന്നൊക്കെ പറയല്ലേ, അനലൈസ് ചെയ്ത് സ്വാംശീകരിച്ച് വച്ചിട്ടുള്ള ഒരു വിജ്ഞാനമാണ് സംസ്കാരം. എന്താണ് വിജ്ഞാനം എന്ന് പറയാൻ കാര്യം? ജ്ഞാനം എന്ന് പറയാതെ വിജ്ഞാനം എന്ന് പറഞ്ഞത് നമ്മൾ ജ്ഞാനത്തിനെയും വിജ്ഞാനത്തിനെയൊക്കെ ഒരുപോലെയാണ് എല്ലാവരും ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെയല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ നമ്മൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള സഞ്ചാരത്തെയാണ് ജ്ഞാനം. ബ്രഹ്മത്തെ ഇത്രയും വളച്ചുകെട്ടി പറഞ്ഞ എന്താണ്? ബ്രഹ്മം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല? മനുഷ്യനാണ്? അല്ല, ദൈവത്തിനു പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബ്രഹ്മം. അപ്പോൾ നമ്മളുടെ ദൈവസങ്കല്പം അതാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ആ ദൈവസങ്കല്പം ആയിട്ടുള്ള ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷെ ദൈവം എല്ലാം കാണുന്നതെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ആ എല്ലാം അറിയുന്ന ദൈവത്തിന് പോലും എന്തറിയാൻ പറ്റുകയില്ല? ബ്രഹ്മസ്വരൂപം എന്ന് പറയണം. ബ്രഹ്മത്തിന്റെ ആ ശരിയായിട്ടുള്ള അവസ്ഥ, ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം അറിയുന്ന ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ ദൈവങ്ങളെ ത്രിമൂർത്തികളാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ആ ത്രിമൂർത്തികളെ നമ്മൾ എപ്പോഴും എന്തിലാ കാണുന്നത്? ഒരു തപസ്സിന്റെ അവസ്ഥയിലാണ് കാണുന്നത്. ശിവനെ ആണെങ്കിലും വിഷ്ണുവിനെ ആണെങ്കിലും ബ്രഹ്മാവിനെ ആണെങ്കിലും എല്ലാം നമ്മൾ സങ്കല്പിക്കുമ്പോൾ രൂപസങ്കല്പന, ഒന്നും ഇല്ല. പക്ഷെ ഈ രൂപമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ രൂപം കൽപ്പിച്ച് മനസ്സിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം അടിസ്ഥാനപരമായിട്ട് മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാവത്തിലാണ് നമ്മൾ സങ്കല്പിക്കുക. അതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത. സനാതനധർമ്മം എന്ന് പറയും. ഭാരതീയത എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, നിരന്തരമായി അത് സത്യത്തിനോടടുത്ത് നിൽക്കുന്നത്. എന്നുവെച്ചാൽ നാശമില്ലാത്തത് എന്ന് പറഞ്ഞാൽ പോലും എന്താണ്? നാശമുണ്ട്, പക്ഷേ അത് താരതമ്യം. നമ്മൾ വലുത് ചെറുത് എന്ന് പറയില്ലേ? ഒരു വസ്തു വലുതാകണമെങ്കിൽ അതിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു വസ്തു അടുക്കലുണ്ടെങ്കിലാണ് ഇത് വലുത് അത് ചെറുത് എന്ന് പറയാൻ. താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് നാശരഹിതം എന്ന് പറയുന്നതൊന്നിനും നാശരാഹിത്യം ഉണ്ടായതുകൊണ്ടല്ല, പ്രാപഞ്ചികാവസ്ഥയിൽ ഏറ്റവും അവസാനം വരെ നിലനിൽക്കുന്നതിനെയാണ് നാശരഹിതം എന്ന് പറഞ്ഞാൽ. പ്രപഞ്ചം അവസാനിക്കുമ്പോൾ ഇതെല്ലാം അവസാനിച്ചു. പ്രപഞ്ചത്തില് അതാണ് സനാതനധർമ്മം സംസ്കാരമായിട്ട് നിൽക്കുന്ന അടിത്തറയാണെന്നർത്ഥം. നമ്മളൊരു കാര്യങ്ങളെല്ലാം
ചെയ്യുമ്പോൾ എന്താണ്, ഒന്ന് ആദ്യം ഒരു ചെറിയ ഒരു അവസ്ഥ രൂപീകരിക്കും. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ കെട്ടി പടുത്തുണ്ടാക്കുന്നത്. വീട് വെക്കാനാണെങ്കിലും ആദ്യം ഒരു അടിത്തറ കെട്ടും. അടിത്തറയുടെ 3/4 ഭാഗം എവിടെയായിരിക്കും? മണ്ണിനടിയിലായിരിക്കും, കാണാൻ തന്നെ പറ്റുകയില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ് ഇഷ്ടികകളൊക്കെ വച്ച് കെട്ടി നമ്മൾ ബിൽഡിങ് സ്ഥാപിക്കുന്നത്. ആ ബിൽഡിങ്ങിലേക്ക് പിന്നെ നമുക്ക് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് അത് നമ്മളുടെ വീടും കുടുംബവും ഒക്കെ ആക്കിക്കൊണ്ട്. അതുവരെ അത് ഒരു ബിൽഡിംഗ് ആയിരുന്നു. മനസ്സിലാണ്ടോ? ആ ബിൽഡിങ്, കെട്ടിടം എന്നുള്ളത് ആദ്യം വീടാക്കും. അതെങ്ങനെയാണ്? കെട്ടിടം വീടാക്കുന്നതിന് ഇതുപോലുള്ള ഭൗതികമായിട്ട് നമ്മൾ ഇന്ദ്രിയം ഗോചരത്വമുള്ള കാര്യങ്ങൾ കൊണ്ടല്ല അത് ചെയ്യുന്നത്. കെട്ടിടം വീടാക്കുന്നത്, കെട്ടിടം വേറെ വീട് വേറെ. പക്ഷേ കെട്ടിടം വീടാക്കാൻ നമ്മൾ ഈ കെട്ടിടങ്ങൾ പലതുണ്ട്. ഓഫീസുണ്ട്, കടയുണ്ട്, താമസ സ്ഥലമുണ്ട്. ഇതൊക്കെ കെട്ടിടങ്ങളാണ്. പക്ഷെ അതൊക്കെ ഓഫീസാക്കണതിന് പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അറേഞ്ച്മെന്റ്, ഭൗതികമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഒരു വശമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അത് ഓഫീസാകില്ല. ഓഫീസാകണമെങ്കിൽ അതിനകത്ത് ഒരു പ്രവർത്തനം വരണം, തനതായിട്ടുള്ള ഒരു പ്രവർത്തനം വരണം. ആ പ്രവർത്തനം അതിനകത്ത് നടക്കുമ്പോഴാണ് അതിനെ, ആ കെട്ടിടത്തിനെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ വേറൊരു കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരുന്ന ആ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഫയല് മാറ്റണതല്ലത്, അത് മനസ്സിലാക്കണം. ഫയലുകളെല്ലാം മാറ്റിയാലും പ്രവർത്തനം നടക്കാതെ, പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആള് വന്നിരുന്നാൽ പ്രവർത്തനമാകില്ല. നമ്മൾ ഓരോ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ട്രഷറിയിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ആ കൗണ്ടറിലൊരു ദ്വാരത്തിന്റെ നമ്മൾ കാര്യങ്ങൾ പേപ്പർ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ദ്വാരത്തിൽ എന്താണ്, അവിടെ ഒരു ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ. പക്ഷെ അപ്പുറത്തെ കസേരയിൽ ആളുണ്ട്, ഇപ്പുറത്ത് നമ്മളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ക്ലോസ്ഡ് എന്ന് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിന്നെ നടക്കുകയില്ല. അത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ച് അത് ഓഫീസ് അല്ലാണ്ടായി. ഇനി ഓഫീസ് തുറക്കണത് എപ്പോഴാണെന്നായി. പക്ഷെ ആളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ ഫംഗ്ഷൻ വരുമ്പോഴാണ് ഓഫീസാകണത്. അപ്പോൾ അത് ഇന്ദ്രിയ ഗോചരത്വമുള്ളതല്ല. പ്രവർത്തനം നമ്മൾ കണ്ടിട്ട്, ഇത് നമ്മൾ കണ്ടു, അത് തുറന്നു എന്നൊക്കെ പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ്. ചിലപ്പോൾ ആ ക്ലോസ്ഡ് എന്ന് വെച്ചിരിക്കുന്ന ഈ ഇതങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്ന മച്ചു മറന്നു പോയിട്ടുള്ള ഒരു പേനയോ അല്ലെങ്കിൽ വേറൊരു കടലാസോ എടുക്കാൻ ആ അകത്തിരിക്കുന്ന ക്ലർക്ക് ഇത് മാറ്റിക്കൊണ്ട് കൈയിട്ടതൊക്കെ എടുക്കുമായിരിക്കും. ഇത് മാറ്റി എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഓഫീസ് പ്രവർത്തനമാകുന്നില്ല. അപ്പോൾ ഒരു പ്രവർത്തനം എന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ല, ശരിയായിട്ടുള്ള ആ അവസ്ഥ മാറുന്നത്. അതുകൊണ്ടാണ് കെട്ടിടം ഫയല് വന്നതുകൊണ്ടോ അതിനകത്ത് കുറെ ആളുകൾ ഇരുന്നതുകൊണ്ടോ ഒന്നുമല്ല, അതിന്റെ ആ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം, എന്താണ് പറയണത്, ശരിക്ക് അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനം പുറത്തേക്ക് വരുമ്പോഴാണ് അതിനെ ഓഫീസെന്നോ ഫാക്ടറി എന്നോ അല്ലെങ്കിൽ വീടെന്നോ ഒക്കെ നമ്മൾ നാമകരണം ചെയ്യുന്നത്. ഓഫീസാകണമെങ്കിലും ഫാക്ടറി ആകണമെങ്കിലും ഈ കെട്ടിടമോ മെഷീനറിയോ ഒന്നും കൊണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ സംസ്കാരം എന്നുള്ളത് ഇതിന്റെ ഭൗതികമായിട്ട് ഉള്ള വിഷയങ്ങളിൽ നിന്ന് അതിനെല്ലാം സ്വീകരിച്ച് അതിനെ മനനം ചെയ്ത് സ്വാംശീകരിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ജീവൻ അതിനെ സ്റ്റോർ ചെയ്തു വയ്ക്കുന്നതിനെയാണ്
നമ്മളുടെ ചിത്തം അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ആ അടിത്തട്ടിലുള്ള അതിന് നിയമങ്ങൾ മാറുന്നതനുസരിച്ച് സംസ്കാരം മാറും. എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ വരുംതോറും ഇതിന്റെ അടിസ്ഥാന സംസ്കാരത്തിന് മാറ്റം വരും. ഒറ്റടിക്കല്ല മാറുന്നത്. ഒറ്റടിക്ക് മാറിയാൽ അത് ആ വസ്തുതയാകാതെ പോകും. പെട്ടെന്ന് എല്ലാം കൂടി ഒരേ സമയത്ത് ഇറങ്ങിപ്പോയി വേറൊരു ഗ്രൂപ്പാണ് അവിടെ കയറണമെങ്കിൽ ഈ വസ്തു നശിച്ചെന്നും വേറൊരു വസ്തു ആയി എന്നും പറയും. അങ്ങനെയാണ് മനുഷ്യൻ മരിച്ചു അല്ലെങ്കിൽ മൃഗം മരിച്ചു, ചത്തു എന്നൊക്കെ പറയുന്നത്. മനസ്സിലാണ്ടോ? ഒറ്റയടിക്ക് ഈ സംസ്കാരം ഇറങ്ങിപ്പോവുകയും വേറൊരു സംസ്കാരം അവിടെ കയറിയിരിക്കുകയും ചെയ്യുന്നതാണ്. അത് നമ്മളുടെ ആക്റ്റീവായിട്ടുള്ളൊരു സംസ്കാരം പോയി നമ്മൾ നാളെ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവർത്തനങ്ങൾ, അതാണ് ആക്റ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞത്. ആ ആക്ടിവിറ്റീസ് എല്ലാം നിന്നുകൊണ്ട് അത് സമയം അതുവരെ നടത്തി വന്നിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നിർത്തി അത് ആ ആക്റ്റീവായിട്ടുള്ള ആ സംസ്കാരം മാറി വേറൊരു സംസ്കാരം കയറും. ആ വേറൊരു സംസ്കാരം എന്താണ്? അത് ചെയ്യുക, അളയുക എന്നൊക്കെ പറഞ്ഞ പ്രവർത്തനം പിന്നെയും നടക്കും. അതിനകത്ത് വേറെ പ്രവർത്തനം, പക്ഷേ ആള് മരിച്ചുപോയി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് ആ സംസ്കാരം മാറി വേറൊന്ന് പൊടുന്നനെ അങ്ങ് മാറുമ്പോഴാണ് നാശം, മരണം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസിനെ നമ്മൾ എന്ത് പറയും? ഡെവലപ്മെന്റ് എന്ന് പറയും. അപ്പോൾ കുറെ എണ്ണം സ്വീകരിച്ചു, ബാക്കി കുറെ പേര് നമ്മൾ അപ്പോയിന്റ് ചെയ്തു, വേറെ കുറെ പേര് പെൻഷനായി പോയി. അതുകൊണ്ട് ആ ഓഫീസ് അല്ലാണ്ടാകുന്നില്ല. മനസ്സിലാണ്ടോ? അത് ഓരോ ആവശ്യത്തിനനുസരിച്ച് അതതിന്റെ ക്രമത്തിൽ ഇതിനകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും. കുറച്ച് പുതിയ യൂണിറ്റുകൾ വരും, പഴയ യൂണിറ്റുകൾ പോകും. പിന്നെയും പുതിയ യൂണിറ്റുകൾ പഴയ യൂണിറ്റുകൾ പോകുന്നതനുസരിച്ച് പുതിയ യൂണിറ്റുകൾ വന്നു, അല്ലെങ്കിൽ പുതിയ യൂണിറ്റുകൾ വരുന്നതനുസരിച്ച് പഴയ യൂണിറ്റുകൾ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരു സന്തുലിതാവസ്ഥ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയാണ് ഡെവലപ്മെന്റ്, സ്വീകരണങ്ങളിലെ ഡെവലപ്മെന്റ്. നമ്മൾ ഈ പോകുന്നതിനെയും വരുന്നതിനെയും കൂടി സിങ്ക്രണൈസ് ചെയ്യുമ്പോഴാണ് ഡെവലപ്മെന്റ് ആണോ നാശമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതെല്ലാം നമ്മളുടെ ആ സംസ്കാരത്തിന്റെ അളവ് എത്ര അതിന്റെ തോതനുസരിച്ചിട്ടാണ് ഇതെല്ലാം കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് മരുന്ന് കഴിച്ചാൽ രോഗം മാറില്ലേ? മരുന്ന് എന്നുള്ള എന്ത് മരുന്നും എന്തേ ആവുള്ളൂ? വിഷമേ ആവുള്ളൂ. വിഷം മാത്രമേ മരുന്നായിട്ട് ആക്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷങ്ങളും മരുന്നാണ്, എല്ലാ മരുന്നും വിഷമാണ്. പക്ഷെ അതിന്റെ ആ ഡോസേജ്, അതിന്റെ മാത്ര, അതിന്റെ സാന്ദർഭികമായിട്ടുള്ള സാങ്കത്യം ഇതിനനുസരിച്ചിട്ടാണ് വിഷം മരുന്നാകുന്നതും മരുന്ന് വിഷമാകുന്നതും. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിനെ പറ്റി പറയാണ്, നമ്മൾ നിരന്തരം മരിച്ചും ജനിച്ചു ഇരിക്കുകയാണ്. പക്ഷെ നമ്മളിത് അതിനെന്ത് പറയും? ആ ജനനി മരണങ്ങളെ നമ്മുടെ ഉള്ളിൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ജനിമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ജനിമരണങ്ങളെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതിനെ ഡെവലപ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുക. അത് അല്ലെങ്കിലോ കുറെ പ്രായമായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട്, അപ്പോഴും വാസ്തവത്തിൽ മുമ്പോട്ടുള്ള പ്രയാണം ഒന്നുപോലെ തന്നെ. പക്ഷെ നമ്മൾ ക്ഷീണിച്ചു വരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് പറ്റും? വാർദ്ധക്യം കൊണ്ട് ജരാനരയൊക്കെ ബാധിച്ച് വാസ്തവത്തിൽ എനിക്ക് പ്രയോജനമുള്ള വിധത്തിലല്ല, ഈ വ്യക്തിക്ക് പ്രയോജനമുള്ള വിധത്തിലല്ല ഇതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാതെ അത് നമ്മളുടെ ശോഷണം എന്ന് പറയാൻ കാര്യം. പക്ഷെ നടക്കുന്നതെല്ലാം ചേഞ്ചാണ്. അതിന് തിരിച്ചെടുക്കാൻ സമയം പോലെ എപ്പോഴും മുന്നോട്ടേ പോവുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ സാന്ദർഭികമായിട്ടും
നമ്മളുടെ ആവശ്യങ്ങളുമായിട്ടും നമ്മളുടെ നാളതുവരെയുള്ള സംസ്കാരവുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഓരോ പേര് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം അധികമായി വരുന്നു. ഇന്ന് ഇത്രയും മതി. അടുത്ത ദിവസം ബാക്കിയുള്ളത് പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.